പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായവനെ, അനുഗ്രഹീതമായ മധ്യാഹ്ന സമയത്തിന് നന്ദി പറയുന്നു. ഈ സമയം വരെ നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് കരുതിയതിന് നന്ദി പറയുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടതായ സന്ദേശത്തെ അങ്ങ് പകരണമേ. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സകല ജനത്തെയും കർത്താവിന്റെ ക്രൂശിലേക്ക് ബന്ധിച്ച് യേശുവിന്റെ ശരീരത്തിലേക്ക് ചേർക്കുവാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയുടെ ഐശ്വര്യമായി ഈ പ്രിയപ്പെട്ടവരെല്ലാവരും മാറുവാൻ കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായ അഭിഷേകം ഓരോരുത്തർക്കും നൽകണമേ. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളും അകൃത്യങ്ങളും എല്ലാം ഞങ്ങളോട് പൊറുക്കണമേ. ഞങ്ങളൊരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടണമേ. ഞങ്ങളുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇതുവഴി മാറണമേ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും, ഈ സ്റ്റുഡിയോയിൽ നിന്നും, ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്നും, പങ്കുചേരുന്ന ഓരോ പ്രിയപ്പെട്ടവരുമായിരിക്കുന്ന സ്ഥലത്തു നിന്നും എല്ലാ പൈശാചികമായ ബാധകളും ബന്ധനങ്ങളും കെട്ടുകളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോകട്ടെ. ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ഇടയനെപ്പോൾ നമ്മെ തേടി വന്നു, പാപക്കുഴയിൽ നിന്നേറ്റിയവൻ, സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തം രക്തം നമുക്കേകിയതാൽ. ഇടയനെപ്പോൾ നമ്മെ തേടി വന്നു, പാപക്കുഴയിൽ നിന്നേറ്റിയവൻ, സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തം രക്തം നമുക്കേകിയതാൽ. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ചിന്ത ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം. വിചാരിക്കാതെ, ഹല്ലേലൂയ, സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. യേശുക്രിസ്തു അനുസരണമുള്ളവനായി, പിതാവിന് അനുസരണമുള്ളവനായി തീർന്നു എന്ന വചനമാണ് നാം വായിച്ചു കേട്ടത്. ഇന്നലെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ചിന്തയോട് സമമായി നിൽക്കുന്ന ചിന്തയാണ്. നോക്കിക്കേ, എന്തിനു വേണ്ടിയിട്ടാണ് ദാസരൂപം എടുത്തത്, മനുഷ്യന്റെ രൂപം എടുത്തത്, വേഷത്തിൽ വിളങ്ങിയത്? നമ്മെ ആ പിതൃപുത്ര പരിശുദ്ധ റൂഹായാകുന്ന ത്രിയേക ബന്ധത്തിലേക്ക് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും. പ്രിയപ്പെട്ടവരെ, യേശുദമ്പുരാൻ സ്വർഗം ചായച്ചിറങ്ങി വന്ന് എല്ലാ മേഖലകളിലൂടെയും പാപമൊഴിച്ച് ബാക്കി എല്ലാ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളിലൂടെ എല്ലാം കടന്നുപോയത് നമ്മെ അതിലേക്ക് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നമുക്ക് ഇതിലൂടെ നൽകുന്ന സന്ദേശം പ്രകാരമാണ്. നമുക്ക് 2 ഉത്തരവാദിത്തമാണുള്ളത്. ഒന്ന്, നാം ഇത് മനസ്സിലാക്കി ആ തൃത്വത്തിൽ വസിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. നാം ഇത് മനസ്സിലാക്കി, ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കി ആ തൃത്വത്തിൽ വസിക്കുക. നിങ്ങളും ഞാനും എല്ലാവരും അതുപോലെ വസിക്കുന്നവരായി മാറട്ടെ. കർത്താവ് നമ്മെ അതിൽ ശക്തീകരിക്കട്ടെ. രണ്ടാമത്തത്, നാം പിന്നീട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതുപോലെ വിനയപ്പെട്ട് അനേക ആളുകളെ ഈ ക്രിസ്തു ബന്ധത്തിലേക്ക്, തൃത്വത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന ക്രിസ്തുവിനെ പോലെ വിനയം ധരിച്ച് ക്രിസ്തുവിന്റെ പ്രതിനിധികളായി, സ്വർഗത്തിന്റെ സാക്ഷികളായി തീരാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2 സന്ദേശമാണ് തന്നത്. ഒന്ന്, നാം അത് ഉൾക്കൊള്ളുക, യേശുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള വരവ് ഉൾക്കൊള്ളുക. 2, അതുപോലെ അവന്റെ പ്രതിനിധിയായി ഇവിടെ തുടരുക, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കാരനാകുക. ഈ 2 അനുഭവത്തിലേക്ക്, ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ, രണ്ടാമത് നിങ്ങളുടെ പ്രവർത്തന മണ്ഡലമാണ്. ഇത് 2ഉം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ അപ്രകാരമാക്കുന്നു. നിങ്ങൾ അപ്രകാരമാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ശുശ്രൂഷയിലിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവരുടെ മേൽ വലിയ അഭിഷേകത്തെ ചൊരിയണമേ. ഇവർ കേട്ട വചനം പോലെ കർത്താവിൽ വളരുവാൻ, കർത്താവിൽ ചേരുവാൻ, തൃത്വത്തിൽ ചേരുവാൻ ഇടവരട്ടെ. ഇവരുടെ കർമ്മമണ്ഡലങ്ങൾ അതിന്റെ സാക്ഷിപത്രമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ബാധകൾ വിട്ടുപോകട്ടെ, ഭൂതങ്ങൾ ഒഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടപ്പെടട്ടെ. എല്ലാ രീതിയിലുമുള്ള സർവ്വവിധ അനുഗ്രഹം കൊണ്ടും ഈ ജനം നിറയട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ച് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടാകട്ടെ. എല്ലാ ദിവസവും 2 മണിക്കും വൈകുന്നേരം 8 മണിക്കുമായി ശുശ്രൂഷ നടന്നു വരുന്നു. നിങ്ങൾ പങ്കുചേരുക. ദൈവം അനുഗ്രഹിക്കട്ടെ.